അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത് അത് നമ്മൾ പഠിച്ചതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന്. അതിനുശേഷം ആ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ് തുടർന്നുള്ള 22-ാമത്തെ ആയത്ത്. നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പും ആകാശത്തെ മേൽപ്പുരയുമാക്കി തന്നത്. ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തത് നിങ്ങളുടെ അതേ റബ്ബാണ്. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് 22-ാമത്തെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നിരിക്കുന്നു എന്നതും വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു എന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആയത്തിൽ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മനുഷ്യന് വേണ്ടി അല്ലാഹു ചെയ്തു തന്നു എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹമാണ്. അതെന്താണ്? വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഭൂമിയിൽ ചെയ്തു തന്ന വലിയ ഒരു അനുഗ്രഹമാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നതും അത് മുഖേന നമുക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു എന്നത്. സഹോദരങ്ങളെ, ഭൂമിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്ന് പറയുന്നത് അത് വായു പോലെ തന്നെ നമുക്ക് പരിചയമുള്ളതും അതുപോലെ തന്നെ ആവശ്യമുള്ളതുമാണ്. ഭൂമിയിൽ വെള്ളത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജീവൻ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമായിരുന്നില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ലിക്വിഡിന്റെയും സോളിഡിന്റെയും ഗ്യാസിന്റെയും അവസ്ഥയിൽ, അതായത് ദ്രവമായും ഖരമായും വാതകമായും മാറിക്കൊണ്ട് ഈ വെള്ളം ജീവജാലങ്ങളുടെ വിവിധ രൂപത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു അനുഗ്രഹം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? ഭൂമിയെ മനുഷ്യന് വേണ്ടി അല്ലാഹു വിരിപ്പാക്കി തന്നിട്ടുണ്ട് എങ്കിൽ, ഒരു തൊട്ടിലാക്കി തന്നിട്ടുണ്ട് എങ്കിൽ അവിടെ അതിന് ഒരു മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് സഹോദരങ്ങളെ അല്ലാഹു അനുഗ്രഹമായി നൽകിയ ഈ വെള്ളം. ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മഴയുണ്ടായതിനു ശേഷം ഭൂമിയിലേക്ക് അത് കിനിഞ്ഞിറങ്ങി ജലത്തിന്റെ ഉറവകളാകുന്നത് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഖുർആനിൽ വന്ന സൂക്തങ്ങൾ ആധുനിക ഹൈഡ്രോളജിയുടെ തത്വങ്ങളുമായി തുലനം ചെയ്തു നോക്കുകയാണ് എങ്കിൽ ഖുർആൻ അതിലേക്കെല്ലാം വെളിച്ചം നൽകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായി തോന്നും. പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അവിടേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ആ ആയത്തിലേക്കൊക്കെ എത്തുമ്പോൾ അവസരോചിതമായി കൊണ്ട് നമുക്ക് അത് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മഴ പെയ്യിപ്പിക്കുന്നതിലെ അല്ലാഹുവിന്റെ കഴിവും അതുപോലെ അത് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹവും അത് ശരിക്കും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലവർഷക്കാറ്റും മഴയും നദികളും കടലും ഇതൊക്കെ അനുഗ്രഹീതമായ ഈ ഒരു ഭൂമിയിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അനുഗ്രഹങ്ങളിൽ മറ്റു ഗ്രഹങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ജീവിക്കുവാനും ആളുകൾക്ക് സാധിക്കാത്തത്. നമുക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ഒരുക്കി തന്നിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വളരെ പ്രസക്തമാണ്. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി അതിന്റെ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ മഴ. ആ മഴ വർഷിപ്പിക്കുന്ന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ അനുപാതത്തെക്കുറിച്ചും
ആ മഴയുടെ ഫലങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പല സൂക്തങ്ങളിലായി സംസാരിക്കുന്നുണ്ട്. സൂറത്തു സുഖ്റൂഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ആകാശത്തു നിന്ന് ഒരു അളവനുസരിച്ച് വെള്ളം വർഷിപ്പിച്ചു തരികയും ചെയ്തവനാണ് അല്ലാഹു എന്നാണ്. എന്താണ് സഹോദരങ്ങളെ ഈ പെയ്യിപ്പിക്കുന്നതിലെ, മഴ പെയ്യിപ്പിക്കുന്നതിലെ ഈ അളവ്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ വിഷയത്തെക്കുറിച്ച്? സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഇവിടെ പെയ്യുന്ന മഴയുടെ അളവ് അത് എപ്പോഴും ഭൂമിയിൽ നിന്ന് നീരാവിയായി ഉയർന്നു പൊങ്ങുന്ന വെള്ളത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷകന്മാർ പറയുന്നത്. ഒരു സെക്കൻഡിൽ 16 ദശലക്ഷം ടൺ വെള്ളം ഭൂമിയിൽ നിന്ന് നീരാവിയായി ഉയരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത്ര തന്നെ വെള്ളമാണ്, അതായത് 16 ദശലക്ഷം ടൺ വെള്ളമാണ് ഒരു സെക്കൻഡിൽ ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളവുമെന്നും അതേ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. അതായത് ഈ വെള്ളം ഒരളവനുസരിച്ച് സന്തുലിതമായി മുകളിലോട്ടും താഴോട്ടും ചംക്രമണം ചെയ്യുന്നു എന്ന് ഇന്ന് ആധുനിക ലോകം പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്, ആരാ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിൽ സജ്ജീകരിച്ചത്? അതേ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരുക്കിയിട്ടുള്ളത്. മനുഷ്യർക്ക് വേണ്ടിയാണ്, ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. ഈ വിഷയം ഒന്നുകൂടി ബോധ്യപ്പെടുന്നതിന് വേണ്ടി മഴയുടെ വേഗതയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിൽ വന്ന് പതിക്കുന്നത്, അത് സഹോദരങ്ങളെ ഒരു നിശ്ചിത കണക്കനുസരിച്ചാണ് ഭൂമിയിൽ പതിക്കുന്നത്. ചുരുങ്ങിയത് ഏകദേശം 1200 മീറ്റർ ഉയരത്തു നിന്നാണ് ഭൂമിയിൽ മഴ പെയ്യാറുള്ളത്. ഇത് ഈ ഉയരത്തിൽ നിന്ന് ഒരു മഴത്തുള്ളിയുടെ ഭാരമുള്ള മറ്റു വല്ല വസ്തുക്കളും വീഴുകയാണ് എങ്കിൽ അതിന്റെ വേഗത മണിക്കൂറിൽ 558 കിലോമീറ്റർ വരെ ആയി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ 558 കിലോമീറ്റർ വേഗതയിൽ വന്ന് പതിക്കുന്ന ഒരു വസ്തു കനത്ത നാശനഷ്ടമാണ് ഭൂമിയിൽ ഉണ്ടാക്കുക. എന്നാൽ മഴത്തുള്ളികൾ ഇതേ രൂപത്തിലാണ് ഭൂമിയിൽ പതിക്കുന്നത് എങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം നശിക്കുകയും നമ്മുടെ വീടുകളും വാഹനങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ സഹോദരങ്ങളെ, അത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുന്നതിന്റെ സംവിധാനം. 1200 മീറ്റർ ഉയരത്തിൽ നിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ അതിന്റെ വേഗത മണിക്കൂറിൽ 558 കിലോമീറ്റർ ആകേണ്ട സ്ഥാനത്ത് നമുക്ക് അത് ഭൂമിയിലെത്തുമ്പോൾ ആ മഴത്തുള്ളിയുടെ വേഗത 8 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള വേഗതയിലേക്ക് കുറഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. അതിന്റെ കാരണം എന്താ? പഠനങ്ങൾ തെളിയിക്കുന്നത് ആ മഴത്തുള്ളിയുടെ പ്രത്യേക ആകൃതിയാണ്. മഴത്തുള്ളിയുടെ ഈ പ്രത്യേക ആകൃതി അതിന്റെ ഫ്രിക്ഷൻ വർദ്ധിപ്പിക്കുകയും, അതായത് അതിന്റെ ഘർഷണം വർദ്ധിപ്പിക്കുകയും നിശ്ചിത പരിധി കഴിഞ്ഞാൽ പിന്നെ ആ വേഗത വർദ്ധിക്കുന്നത് തടയുകയും ചെയ്യുന്നു എന്നാണ്. ഇതേ തത്വമാണ് പാരച്യൂട്ടുകളിൽ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണാറുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ വെറുതെ അങ്ങ് ഭൂമിയിൽ ഉണ്ടായതാണോ? അതല്ല എന്ന് കൃത്യമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നതാണ്. അങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് മഴ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം സൂക്ഷ്മമായി ഈ ഭൂമിയിൽ മഴ ലഭിക്കുവാൻ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്ന നമ്മുടെ റബ്ബിനെ നമ്മൾ അറിയണം. സഹോദരങ്ങളെ, നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത് അത് അല്ലാഹു ആണ് എന്ന്. അതിനുശേഷം പറയുകയാണ്, നമുക്ക് ഈ ആയത്തിൽ കാണാം, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഴ, ഈ മഴയിലൂടെയാണ് ഭൂമിയിൽ നമുക്ക് ഭക്ഷിക്കുവാനുള്ള വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഈ വിഷയവും കൂടി ഇന്ന് മനുഷ്യർ നേടിയെടുത്ത അറിവ് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കടലിൽ നിന്ന് ഉയർന്ന് മേഘമായി മാറുന്ന നീരാവിയുണ്ടല്ലോ, അത് ഭൂമിക്ക് ജീവൻ നൽകുന്ന ചില വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്, ആ നീരാവിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കടലിന്റെ ഉപരിതലത്തിലുള്ള 1 മില്ലിമീറ്ററിന്റെ 1/10 നേരിയ ഒരു പാളിയിൽ നിന്നാണ് ഈ വസ്തുക്കൾ രൂപം കൊള്ളുന്നത്. ഇതിൽ ചില ജൈവ വസ്തുക്കളും ഈ പാളിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക് തുടങ്ങിയ ഘടകങ്ങൾ
ഇവ ആഗിരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാറ്റിൽ ഇവയൊക്കെ ആകാശത്തേക്ക് ഉയർന്ന് മഴയോടൊപ്പം അതെല്ലാം ഭൂമിയിൽ പതിക്കും. അങ്ങനെ ഭൂമിയിലെ സസ്യലതാദികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഈ ഘടകങ്ങൾ, സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഘടകങ്ങൾ അതെല്ലാം ആവശ്യമുള്ള സ്ഥലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൊണ്ടുപോവുകയാണ് എന്നർത്ഥം. ഒട്ടും വളക്കൂറില്ലാത്ത ഒരു തരിശു നിലത്ത് കുറെ വർഷം മഴ പെയ്യുകയാണ് എങ്കിൽ ആ സ്ഥലം ഫലഭൂയിഷ്ഠമായി മാറുന്നത് ഈ പറഞ്ഞ ഘടകങ്ങൾ ആ മഴയിൽ ഉള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചു നോക്കൂ, ആരാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത്? സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഭൂമിയിൽ 15 കോടി ടൺ ഫലഭൂയിഷ്ഠ വസ്തുക്കൾ പതിക്കുന്നുണ്ട് എന്നാണ് സഹോദരങ്ങളെ കണക്കുകൾ നമ്മോട് പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തത് ആ അള്ളാഹുവാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ സഹോദരങ്ങളെ. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് ആരാണ്? ആർക്കു വേണ്ടിയാണ് വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിൽ സജ്ജീകരിച്ചത്? ആർക്കു വേണ്ടിയാണ് ഈ ഭൂമിയിലെ മണ്ണ് അത് ഫലഭൂയിഷ്ഠമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ ഒരു കാരണമാക്കിയത്? സഹോദരങ്ങളെ, അതെല്ലാം നമുക്ക് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൃത്യമായി വ്യക്തമാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവോട് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളോട് എടുത്തു പറഞ്ഞതിന്റെ താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനും അതിന്റെ ഗൗരവം സൂചിപ്പിക്കുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം എടുത്തു പറയുന്നത്. നമ്മുടെ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളോട് എടുത്തു പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ്. എന്താ സഹോദരങ്ങളെ, ഗൗരവമായ ഒരു വിഷയമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ്. ഈ വിഷയം അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ ഈ ശേഷം വരുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.